വന്യജീവികളും ജനങ്ങളും. This program sponsored by CK Gold and Diamonds. കാടിറങ്ങുന്ന വന്യജീവികൾ എന്നും എക്കാലത്തും മനുഷ്യന് വെല്ലുവിളി തന്നെയാണ്. അവരുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ളിലേക്ക് നമ്മൾ കടന്നു ചെന്നുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളും അവർ കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നതിന് ഒരു കാരണം തന്നെയാണ്. 2017 മുതൽ 2023 വരെയുള്ള 7 വർഷ കാലയളവിൽ കേരളത്തിൽ 730 പേർക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. കഴിഞ്ഞ ഒരു വർഷത്തിൽ 144 പേരാണ് കൊല്ലപ്പെട്ടത്. അതിലധികവും കാട്ടാന ആക്രമണത്തിലുമാണ്. കാട്ടിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യർ ഇന്ന് വന്യജീവി ആക്രമണത്താൽ നാട്ടിൽ മരിക്കുന്നു. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതിലൂടെ മൃഗങ്ങൾ നാട്ടിലെത്തി ഉപദ്രവകാരികളുമാകുന്നു. വയനാട്ടിലെ കടുവയും പാലക്കാട്ടെ ആനയും തിരുവനന്തപുരത്തെ കരടിയും കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന കാഴ്ചകളാകുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾക്ക് ഇനി പരിചിതമാകുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം ആവാസ വ്യവസ്ഥയിൽ മാറ്റം വന്നതിലൂടെ മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് കാടും കൃഷിസ്ഥലവും വന്യജീവികൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ നാടുള്ളത്. വംശവർദ്ധനവും ആവാസ വ്യവസ്ഥയിലെ മാറ്റവും കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ പാരിസ്ഥിതികവും മനുഷ്യ നിർമ്മിതവുമായ പല കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട്. വനാതിർത്തികൾക്ക് അടുത്തുള്ള പ്രദേശങ്ങൾ മാത്രമല്ല, ടൗണുകളിൽ പോലും പലപ്പോഴും ഇത്തരം മൃഗങ്ങൾ എത്തുന്നു എന്നത് തന്നെ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന വർധനവ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. പ്രകൃതിയോട് ഇണങ്ങി മാത്രമേ വന്യജീവികൾക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ, മനുഷ്യന് നേരെ തിരിച്ചും. അതുകൊണ്ട് തന്നെ പ്രകൃതിയൊരുക്കുന്ന ഏതൊരു ആവാസ മേഖലയിലേക്കും മൃഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കും. അവർക്ക് അതിർത്തികൾ അറിയില്ലല്ലോ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമാറോ.